പെണ്ണിൻ്റെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു നിയമം എന്ന് പറയുന്നത് വിട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകം ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു ആംഗിളിൽ ഇങ്ങനെ നേരെ നോക്കിയിട്ട് കോളേജ് വരെ ആ ആംഗിൾ പിടിച്ചു പോവുക. ചുറ്റിനും നടക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ ഓട താഴോട്ടൊന്ന് നോക്കും, ഓടയിൽ അങ്ങനെ 6-7 പെൺകുട്ടികൾ ഓടയിൽ വീണിട്ടുണ്ട്. അന്ന് ആകെയുള്ളത് മുകേഷ് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ രണ്ടായിട്ട് മൂടി പിന്നിയിട്ടാൽ സ്നേഹമുണ്ടെന്നും അതിൽ ഒന്ന് മുന്നോട്ടാണെങ്കിൽ എന്നോടാണെന്നും എന്നൊക്കെ പറഞ്ഞ് പല പരിപാടിയായിട്ട് നടക്കുമ്പോൾ ചെറുപ്പക്കാരെല്ലാം ആഗ്രഹങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, പാവങ്ങൾ അറിഞ്ഞു പോലും. പക്ഷെ ഇതൊക്കെ പിന്നീട് മുകേഷ് കോമ്പൻസേറ്റ് ചെയ്തു. എങ്ങനെ? അല്ല, അതൊരു രസമാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സുന്ദരി പെൺകുട്ടികളാ ആ സമയത്തുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, തിരിഞ്ഞു നോക്കത്തുമില്ല. അപ്പോൾ പിൽക്കാലത്ത് ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് ഇവരെ കാണാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി, പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്നെ ഓർമ്മയുണ്ടോ അന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ നിലയിൽ കല്യാണം കഴിച്ചു. പ്രായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായില്ലെങ്കിൽ അവർക്കായി. പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരത്തെ കല്യാണം കഴിക്കും, അവരുടെ മക്കളൊക്കെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറിനൊക്കെ പഠിക്കുന്നു. അപ്പം ചാൻസ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ നേരിട്ടായിരിക്കും. ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ ചോദിക്കും, അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ചു, ഡു യു റിപ്പൻറ്റ്? ഒരു കോളേജ് ടൈമിൽ പറയാനൊരു സുഹൃത്തില്ലാതെ, ഓർക്കാനൊരു നല്ല മോമെൻ്റ് ഇല്ലാതെ, ഈ ഒരു പോക്കും വരവുമല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ 18 മുതൽ 22-23 വയസ്സ് വരെയാണ് നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാ നെർവ്സും ഒക്കെ ഉണർന്നിങ്ങനെ പ്രവർത്തിക്കുന്ന സമയം. ഞങ്ങൾ കുറേ ദുരന്ത നായകന്മാർ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടേയിരുന്നു. ഡു യു റിപ്പൻറ്റ്? ചില ആൾക്കാർ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് പറഞ്ഞു, ഇറ്റ് വാസ് നോൺസെൻസ്. ആരുണ്ടാക്കിയ നിയമമാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ കുട്ടികൾ എന്നെ വഴക്ക് പറയും. പക്ഷെ അതൊക്കെ പിന്നെ പൊളിച്ചെഴുതി കേട്ടോ, പൊളിച്ചെഴുതി. ഇപ്പോൾ അത് ഭയങ്കര വ്യത്യാസം. അത് ആ ഒരു വ്യത്യാസം ഒരു കാലഘട്ടം മുഴുക്കെ ഇവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ മുകേഷിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഒരു കാലഘട്ടം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കാലഘട്ടം പോയി. നമുക്ക് വി ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്. ഇന്നസെൻ്റ് ആയിട്ടും വിടുന്നില്ല. അത് ശരി. മൂപ്പർ വിടാതെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പണി ഇനിയും കൊടുക്കുന്നവർ. വളരെ കാലങ്ങൾക്ക് മുമ്പ് മുകേഷിൻ്റെ വീട്ടിൽ നമ്മുടെ മലയാള സിനിമാ താരങ്ങളായിട്ടുള്ള KP ഉമ്മറും അതുപോലെ ജയഭാരതി അങ്ങനെയുള്ള ആളുകൾ അവിടെ കൊല്ലത്തോ ഒരു ഷൂട്ടിങ്ങോ മറ്റോ ഉള്ളപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ അച്ഛനായിട്ട് ഉള്ള അടുപ്പത്തിൻ്റെയൊക്കെ പേരിൽ അവർ വീട്ടിൽ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമുക്കൊന്ന് ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജയഭാരതിയും മറ്റേ മാധവൻ ചേട്ടനും, അതായത് മുകേഷിൻ്റെ അച്ഛനും ഒക്കെ ഇരുന്ന് കുറേ നേരം ചീട്ടൊക്കെ കളിച്ചു. അപ്പോൾ ചീട്ട് കളിക്കുമ്പോൾ ഒരു ചെറിയൊരു പൈസ, കാര്യമായിട്ടുള്ളതല്ല. അപ്പോൾ കളി കഴിഞ്ഞപ്പോൾ ഒരു 5 രൂപ ജയഭാരതി മുകേഷിൻ്റെ അച്ഛന് കൊടുക്കാനുണ്ടായിരുന്നു അത്രേ. ഇത് മുകേഷ് തന്നെ എന്നോട് പറഞ്ഞ കഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 5 രൂപ മാധവേട്ടന് കൊടുത്തു, അത് മുകേഷിൻ്റെ അച്ഛന് കൊടുത്തു. മുകേഷിൻ്റെ അച്ഛൻ ഈ 5 രൂപ വാങ്ങി അങ്ങനെ അദ്ദേഹം കയ്യിൽ വെച്ചു. അപ്പോൾ മുകേഷിന് ഈ 5 രൂപയിലാണ് നോട്ടം. എന്നാൽ 10ൻ്റെ നോട്ടുകൾ അവിടെ ഉണ്ട്, അതിലല്ല, ഈ 5 രൂപയിലാണ് നോട്ടം. അപ്പോൾ എൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല ചേട്ടാ, എനിക്ക് ആ 5 രൂപയിൽ ഭയങ്കര ഒരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ ആ 5 രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എന്നാണ് പറയണേ. എന്നിട്ട് അവിടെ വേറൊരു 5 രൂപ കൊണ്ടുവച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് 5 രൂപയ്ക്കുള്ള പ്രത്യേകത? ആ 5 രൂപയ്ക്കുള്ള പ്രത്യേകത അതിൻ്റെ കാരണം പറഞ്ഞത് ഈ ജയഭാരതി പൈസ എടുത്തത് ഇവിടെ നിന്നാണ്. അതിങ്ങനെ അവിടെ നിന്ന് ഒരു പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സ് തുറന്ന് 5 രൂപ കൊടുത്തു. അതുകൊണ്ടാണ് ആ രൂപ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടാവണം. അദ്ദേഹം മുകേഷിൻ്റെ കൗമാരപ്രായത്ത് ചിലപ്പോൾ പലർക്കും തോന്നാം, ചിലർക്ക് തോന്നില്ലായിരിക്കും. എന്തായാലും കോളേജിലൊക്കെ ഇത് പറഞ്ഞിട്ട് 2 ദിവസത്തേക്കൊക്കെ അയാളുടെ കൂട്ടുകാർ ഈ നോട്ട് കൊണ്ടുപോയിന്നു, മനസ്സിലായോ? എന്നിട്ട് രാത്രി തലയുടെ അവിടെ വെച്ച് കിടന്നുറങ്ങുക, അതെടുത്തിട്ട് പിന്നെ വരെ. എന്നിട്ട് ഞാനൊരു ദിവസം മുകേഷിനോട് പറഞ്ഞു, ഞാനിത് ജയഭാരതിയോട് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുകേഷ് പറഞ്ഞു, ചേട്ടാ ചതിക്കരുത്, ഭയങ്കര നാണക്കേടായിട്ട്, ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഞാൻ ഇത് ജയഭാരതിയോട് പറയണില്ല മുകേഷ്. കാരണം മര്യാദ എന്നും മര്യാദയായിട്ട് വരണം. ഞാൻ അമ്മയുടെ പ്രസിഡൻ്റാണ്, നിങ്ങളെയൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ നീ പറഞ്ഞ ഒറ്റത് ഞാൻ മാനിച്ചുകൊണ്ട്
ഞാൻ ജയഭാരതിയോട് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഇത് മിസ്റ്റർ ബ്രിട്ടാസ് ഉള്ളപ്പോൾ ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നസെൻ്റ് ചേട്ടൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ജയഭാരതി അറിയും. ജയഭാരതി അറിഞ്ഞതിന് സംഭവിക്കാൻ പോകുന്നതിന് വല്ല 100 രൂപ 1000 രൂപയൊക്കെ ഇനി മുകേഷ് കൊടുക്കുമെന്നുള്ളതാണ് എനിക്ക് പേടി. അല്ല, 100% സത്യമാണ്. 100% സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരുപാട് ഘട്ടങ്ങൾ, അതായത് ദാരിദ്ര്യം ഉണ്ടല്ലോ, അത് തമാശയുടെ കൂടെ ദാരിദ്ര്യം ഉള്ളപ്പോഴാണ് തമാശയ്ക്ക് കൂടുതൽ മാറ്റി കൂടും. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ 5 രൂപ നമ്മൾ എടുത്തില്ല, അത് ചിലവാക്കാതെ. 5 രൂപ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴില്ല, കുറെ കാലം. ജയഭാരതിക്ക് പകരം വേറൊരാൾ വന്നപ്പോൾ അതങ്ങ് മാറ്റി കളഞ്ഞോ? ഇല്ല, എന്നാലും അത് ആ ഒരു ആരാധന എന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ അത് കുറച്ച് സമയം എൻ്റെ കയ്യിൽ തരണേ, കൂട്ടുകാരന്മാർ വയ്ക്കുക. 5 രൂപ വാങ്ങി 5 രൂപ ഫീക്കാണ് ഈ 5 രൂപ കൊടുക്കുന്നത്. വാടക കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ചിന്തയില്ല, പിന്നെ കുറെ നേരം ചിന്തിക്കുക. പിന്നെ ജയഭാരതിയിലേക്ക് പോയി. കട്ടു സോങ്ങാണ് അതെല്ലാം. ഒരു ആരാധനയുടെ ഒരു ഡെപ്താണ് അതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഉണ്ണിമേരി അതേ കാലഘട്ടത്തിൽ യുവാക്കളുടെ കോളേജ് കുട്ടികളുടെ എല്ലാവരുടെയും ഹരമായിരുന്നു. ഞാൻ ഒരു ഫംഗ്ഷന് വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോഴത്തേക്കാണ് ഉണ്ണിമേരി പോലും അറിയുന്നത് ഇങ്ങനെയൊക്കെ ജനങ്ങൾ അവരെ ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ഒരു കൂട്ട നിലവിളിയൊക്കെയാണ് SN കോളേജ് ഹോസ്റ്റലിൽ രാത്രി. അപ്പം നമ്മളെല്ലാം വെളിയിൽ നിൽക്കുമ്പോഴത്തേക്ക് മെൻസ് ഹോസ്റ്റലിൽ ഒരു ഭയങ്കര നിലവിളിയാണ്. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന എത്രയോ കുട്ടികൾ പൊട്ടി കരയുകയാണ്, തലയണയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്താ, അന്ന് ഉണ്ണിമേരിയുടെ വിവാഹമായിരുന്നു. അപ്പോൾ അതിനകത്ത് തമാശയാണെങ്കിൽ അതിനകത്ത് എവിടെയോ ഒരു സത്യത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ഇവർക്ക് കരയാൻ പറ്റുന്നത്. അതിനകത്ത് കുറേ പേര് ചിരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നല്ല സിൻസിയറായിട്ട്. ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും. നമ്മളൊരുമിച്ച് ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്, തേക്കടി. നീ ഒരു ബൈക്കിൽ, പിന്നെ മോട്ടി എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട്, അജിത്ത് എന്ന് പറയുന്ന ഫ്രണ്ട്, അവർ മറ്റൊരു ബൈക്കിൽ. നമ്മൾ ആ ബൈക്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊരു പോലീസ് കളിച്ചു. അതായത് കുറേ കാളയും കൊണ്ട് വരുന്ന കാളക്കൂട്ടത്തിൻ്റെ ആൾക്കാരെ മുമ്പിൽ കയറ്റി നിർത്തിയിട്ട് അവരെ വരിട്ട് പോലീസാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഒരു പെർഫോമൻസ് നടത്തി. അതിനുശേഷം നമ്മുടെ പുറകെ വന്നവർ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവർ പിടിച്ചു, കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, നല്ലൊരു തമാശയുള്ള കഥയാണ്. ഞാൻ എപ്പോഴും ഓർത്ത് ചിരിക്കാറുണ്ട്. നിനക്ക് അതൊന്ന് പറഞ്ഞുകൂടെ? എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സുനിൽ ഏലിയാസ്. സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സ്കൂൾ, കോളേജ്, പിന്നെ ആ കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കളാണ്. അവരിപ്പോഴും ഇപ്പോഴും അതേപോലെ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവനത് പറഞ്ഞ് അവർ ചില ആൾക്കാരെയൊക്കെ മറ്റേ മുകേഷ് പോയിട്ട് പിന്നെ ഡൈയൊക്കെ അടിപ്പിച്ചെന്ന് കേട്ടു. എല്ലാവരും ഡൈ തന്നെ. എന്താ കാരണം, ചേട്ടാ നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വയസ്സും കൂടെ ആൾക്കാർ അറിയൂടാന്ന് പറഞ്ഞിട്ട്. അതെ, ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലമുറയിൽ ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാതിരുന്ന ഒരു പാരയാണ് ഈ ഡൈ. ഇങ്ങനൊരു കാലം വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത് ശരിക്കും വന്നപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ഈ പോലീസ് എന്ന് പറഞ്ഞത് ഇപ്പം അത് മനഃപൂർവ്വമാണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാര്യം ഞാനത് പറയുക എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വർഗമായിരുന്നു പോലീസ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലീസ് എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആദ്യം വാനിഷ് ചെയ്യുന്ന ഞാനായിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം SN കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമരങ്ങളുള്ള ഒരു കോളേജാണ്. സമരം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ബസ് അങ്ങ് തടഞ്ഞു ഡ്രൈവറും കണ്ടക്ടർ ഇറങ്ങിക്കോടും. പിന്നെ ഈ ബസ് ഓടിച്ചുകൊണ്ട് നടക്കലാണ് കുറേ പോലീസ് വരുന്നത് വരെ. പോലീസ് വരുമ്പോൾ എല്ലാവരും ഇട്ടോട് ഓടി. അപ്പോൾ പോലീസ് കുറേ കേസുകൾ ചാർജ് ചെയ്തു, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല. ഈ കുട്ടികൾക്ക് എവിടെ ഡ്രൈവിങ് അറിയാവുന്ന ആരുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആരുണ്ട്? അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയോ അറിഞ്ഞിട്ട് 1-ാം പ്രതി എല്ലാത്തിനും എന്നെയാണ്. കാര്യം അതൊരു വെയിറ്റാണ്, അപ്പോൾ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സ്റ്റേഷനിൽ ആരെയെങ്കിലും പിടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേരറിഞ്ഞൂടാ പല പോലീസുകാർക്കും. ഓമാധവൻ്റെ മകനാണെന്നറിയാം. അപ്പം നിരത്തി നിർത്തിയിട്ട് ചോദിക്കും, ഓമാധവൻ്റെ മകൻ ഈ കൂട്ടത്തിലുണ്ടോടാ? ഇല്ല സാറേ, അവരൊക്കെ പോയി എന്ന് പറയും. അയാളൊക്കെ പോയി, പഠിച്ചു കഴിഞ്ഞ് പോയി, എങ്ങായാലും ഞങ്ങളുടെ കൈ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടം മുഴുക്കെ ഈ പോലീസുകാരെന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അഭിനയിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ
സിനിമയിൽ വന്നതിന് ശേഷം കുറേ നാളത്തേക്ക് ഒരു 3-4 കൊല്ലത്തേക്കെങ്കിലും ഈ പോലീസ് വരുന്ന രംഗം, നായകനാണ് ഞാൻ വന്നിട്ട് പോലീസ് ഇവരെ വില്ലന്മാരെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വില്ലന്മാർ ഓടും, പോലീസ് കുറേ ഓടും. ഈ കൂട്ടത്തിൽ എനിക്ക് ഓടാൻ തോന്നും, നായകന് ഓടാൻ തോന്നും, പോലീസിനോടുള്ള ഭയം കാരണം, അന്നുള്ള ഭയം കാരണം. 4 കൊല്ലമെങ്കിലും എടുത്തതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ. മുകേഷിൻ്റെ പിന്നീടുള്ള കാലഘട്ടത്തിൽ പല പരീക്ഷണങ്ങളും ആദ്യം രൂപമെടുത്തത് വീട്ടിലായിരുന്നു പറഞ്ഞു. വീട്ടിൽ 2 സഹോദരിമാർ, മുത്തശ്ശി, ഇവരുടെ അടുത്തുള്ള ഈ നമ്പറുകളാണ് പിന്നീട് ഇംപ്രവൈസ് ചെയ്തിട്ട് മറ്റ് കോളേജിലേക്കും മറ്റ് സമൂഹത്തിലേക്കും മാറ്റിയെന്നാണ് പറയുന്നത്. ആദ്യം ഇവരെ കളിപ്പിക്കുക, ഇവരെ പറ്റിക്കുക, ഇതായിരുന്നു മുകേഷിൻ്റെ ആദ്യത്തെ തൊഴിൽ എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, സന്ധ്യ പറഞ്ഞ. സന്ധ്യ പറഞ്ഞത് കാണിക്കരുത്, മുകേഷ് അതോടുകൂടിയിട്ട് എന്നോട് ചാടും, ഇപ്പം കിട്ടുന്ന സഹായവും സൗഹൃദവും ഒക്കെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരിമാരെ ശരിക്ക് പറ്റിച്ച് പാളെ കിടത്തുന്നതായിരുന്നു മുകേഷിൻ്റെ ആ കാലത്ത് ഏറ്റവും വലിയ വിനോദം. സഹോദരിമാർ ഒരു സ്പെസിമെനായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ പ്രായം ഒക്കെ വളരെ കുറവാണ്, അടുത്തടുത്ത് തന്നെ 3 പേരും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത. അപ്പോൾ അവരിങ്ങനെ വിമൻസ് കോളേജിൽ പഠിക്കുന്നു, ഞാൻ മെൻസ് കോളേജിൽ പഠിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പാര. ഇവർ 2 പേരും, ഒരാൾ ചെയർമാൻ, ഒരാൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, രാഷ്ട്രീയത്തിലുണ്ട്. അവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് പോകും. അവിടെ ഇല്ല, ആ ഏരിയയിൽ പോകാൻ പാടില്ലല്ലോ, ഭയങ്കരമായ നിബന്ധനകളുണ്ടായിരുന്നു. തൊട്ടടുത്തടുത്ത കോളേജുകളില്ലേ, അപ്പോൾ ഈ കംപ്ലൈൻറ്റുകളൊക്കെ ആദ്യം അവിടെ വരും. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണമായിട്ടുള്ള നമ്മുടെ CID-കൾ ഇവരായിരുന്നു. അപ്പോൾ ഇവർ നമ്മളെ കൊണ്ട് തോറ്റെന്നൊക്കെ പറയും. ഇതിപ്പം ഇപ്പം പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് കഥകൾ ഇപ്പം നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരിക്കുന്നുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നുണ്ട്. അപ്പം ഇവർ കോളേജിൽ ഒരു നാടകം, ഇപ്പം ചെണ്ട, നാടകത്തിൻ്റെ ക്ലൈമാക്സ് ചെണ്ട അടിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു ചെണ്ട വേണം, ചെണ്ട അടിക്കുന്ന ഒരാൾ വേണം, ഇയാൾ വരരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചെണ്ടക്കാരൊന്നും കിട്ടത്തില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചെണ്ട കിട്ടി, വേണമെങ്കിൽ ഞാൻ അടിക്കാം. അപ്പോൾ അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല, വിമൻസ് കോളേജിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ട് കയറിക്കോ, ആരും നോക്കരുത്, ഒരു അനാവശ്യമായിട്ട് ചിരിയില്ല, അനാവശ്യമായിട്ട് സംസാരമില്ല, ആ സമയത്ത് ചെണ്ട അടിക്കുക, പോവുക. അപ്പോൾ ചെന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ തകർന്നു പോയി. കുറേ പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ആ ചെണ്ടക്കാരൻ ഇങ്ങോട്ട് മാറിയുന്നത്, ചെണ്ടക്കാരൻ അവിടെ പോയിരുന്നില്ല, ഈ ചെണ്ട എന്തിനും ഇവിടെ കൊണ്ട്. ഈ ചെണ്ടക്കാരൻ കുറേ ചെണ്ടക്കാരൻ കേട്ട് ഞാനങ്ങ് സഹിച്ചു, എന്തായാലും വേണ്ടില്ല, എന്താണ് അവിടെ നിന്ന് വരകാനുള്ളൊരു സമയമാണ്, ഇതിനകത്ത് എന്താണ് അറിയണമല്ലോ. അങ്ങനെ സൈഡിൽ നിന്നപ്പോഴത്തേക്ക് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു ഡയലോഗ്, ഒരുപാട് സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു, ഒരു ജോലി പോലും കിട്ടിയില്ല. എൻ്റെ ജോലി ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, പക്ഷേ ജോലിയില്ലാതെ ഞാൻ വലയുകയാണ്, ഇനി അപ്ലൈ ചെയ്യാൻ എങ്ങും സ്ഥലം ബാക്കിയില്ല. അപ്പോൾ എൻ്റെ തള്ളവരലിൽ നിന്നൊരു പെരുപ്പിങ്ങനെ വന്നു, ഇതിനൊരു മറുപടി പറയണമല്ലോ. അപ്പം പറയണം വേണ്ട, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, അപ്ലൈ ചെയ്താൽ റിപ്ലൈ കിട്ടുമോ? ഒരു ബോംബൊക്കെ വീണാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇവർ 2 പേരുമാണ് ഏറ്റവും വലിയ ഞെട്ടല്. ആദ്യം എന്നെ നോക്കി, സാറുമാരും കുട്ടികളും കൂടെ നേരെ സഹോദരിമാരെ നോക്കി. സഹോദരിമാർ 2 പേരും കൈക്ക് തലേ ചിലപ്പോൾ ഞാൻ ചത്തുപോയേനായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം തന്നെ ചെണ്ടയുടെ ഭാഗം കഴിഞ്ഞ് ചെണ്ടക്കാരൻ പോയെന്ന് പറഞ്ഞു, കട്ട് ചെയ്തു. പിന്നീട് പ്രവേശനം കിട്ടിയിട്ടില്ല. അപ്പം രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ കുടുംബമായിട്ടും കോളേജുമായിട്ടും ഉണ്ട്. ഈ സുഹൃത്ത് വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഇവൻ ആരെ കണ്ടാലും വിടില്ല. ഒരിക്കലും മദാമയെ കണ്ടപ്പോഴും അവൻ അവിടെ ഐ ലവ് യു പറഞ്ഞു. ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഐ ലവ് യു. നാടകം പഠിക്കാൻ വീട്ടിൽ വന്ന മദാമയെടുത്തും അവൻ ഐ ലവ് യു ഉപയോഗിച്ചു. വെറുതെ പറയുന്നതായിരിക്കും അല്ലേ? അതെല്ലാം ഒരേ കഥകളല്ലേ? കഥകളാ, കള്ളം പറയുന്ന. അങ്ങനെ സ്നേഹം ഐ ലവ് യു എന്ന് പറയാനുള്ള പാകമായെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഇതിനായിട്ട് പാകമായിട്ടില്ല. അതൊക്കെ ഡേഞ്ചറസ് റിസ്കി ഫാക്ടേഴ്സാണ് അതൊക്കെ.